ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പള്ളുരുത്തിയിൽ നാമജപ പ്രതിഷേധ യാത്ര നടത്തി. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടതിലും ശ്രീകോവിൽ വാതിൽ, ഭഗവാന്റെ യോഗദണ്ഡ് എന്നിവയിൽ തിരിമറി നടത്തിയതിലും പ്രതിഷേധിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊടിയ അഴിമതി ഭരണത്തിലും ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 12-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് പള്ളുരുത്തി മേഖലയിൽ നാമജപ പ്രതിഷേധ യാത്ര നടത്തി. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്ര മേൽശാന്തി മധുശാന്തി അവറുകൾ ഭദ്രദീപം കൊളുത്തി യാത്ര ഉദ്ഘാടനം ചെയ്തു. അങ്ങേയറ്റത്തെ അപമാനങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ്, അതിസങ്കീർണമായ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ക്ഷതാതുത്രായതേ ഇത് ക്ഷേത്ര എന്നാണ്. നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതെന്തോ അതാണ് ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും മനസമാധാനം ലഭിക്കുന്ന സങ്കേതമേത് എന്ന ചോദ്യത്തിന് ക്ഷേത്രങ്ങളാണ് നമുക്ക് അങ്ങേയറ്റത്തെ സന്തോഷവും സമാധാനവും ഒക്കെ. ശബരിമല ക്ഷേത്രത്തെയും ആചാരങ്ങളോട് കൂടിയുള്ള വെല്ലുവിളി ചരിത്രത്തിൽ ഇതാദ്യമല്ലെന്നും ഹൈന്ദവ സമൂഹം ഒട്ടനവധി അവസരങ്ങളിലായി ഇത് നേരിടുകയാണെന്നും ഇതിനൊരു അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി KP സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പലപ്പോഴായി നടക്കുന്ന ആചാര ലംഘനങ്ങളും അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനവും ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് യാദൃശ്ചികം അല്ലെന്നും ചില അജണ്ടകളുടെ ഭാഗമായി ഉണ്ടാകുന്നതാണെന്നും ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രതിഷേധ യാത്രയ്ക്ക് അനുഗ്രഹമായ അയ്യപ്പ ഭഗവാന്റെ ചിത്രം ശ്രീ മധുശാന്തി ശ്രീമതി ശ്രീവിദ്യ അജയ് നായിക്കിന് കൈമാറി യാത്രാരംഭം കുറിച്ചു. തുടർന്ന് ശരണമന്ത്രങ്ങളോടെ അമ്മമാരും ഭജനകൾ ആലപിച്ചുകൊണ്ട് ഭക്തജനങ്ങളും അണിനിരന്ന നാമജപ പ്രതിഷേധയാത്ര നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ നാമജപങ്ങളാൽ മുഖരിതമായി. ശ്രീ ഭവാനീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച പള്ളുരുത്തിയിലെ ദേശീയപാതയിലൂടെ കടന്നുപോയ നാമജപ പ്രതിഷേധയാത്ര പള്ളുരുത്തി ശ്രീ അഴകിയക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് അധ്യക്ഷൻ TP പത്മനാഭൻ, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി PB മനോജ്, ഗജാൻജി MS ഭഗവത് സിംഗ്, സെക്രട്ടറി PV ജയകുമാർ, ഹിന്ദു ഐക്യവേദി മേഖലാ രക്ഷാധികാരി V വിശ്വനാഥൻ, ജനറൽ സെക്രട്ടറി അജയ് നായിക്, മുരുകദാസ്, CS സന്തോഷ്, സെക്രട്ടറിമാരായ ഗോപിദാസ്, EV ഗോവിന്ദൻ, ഗണേഷ് സോമൻ, രാജേഷ് മോഹൻ, BV സോമൻ, MR സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ രാജേശ്വരൻ, മധു വരമ്പത്ത്, സദാനന്ദൻ, മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ്, താലൂക്ക് പ്രസിഡന്റ് ഹേമ സാജൻ, മേഖലാ പ്രസിഡന്റ് ശൈല ഗണേഷ് തുടങ്ങിയവർ നാമജപ പ്രതിഷേധ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഹിന്ദു സമൂഹങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെല്ലാം തന്നെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭാസത്തിന്റെ വിളംബരം കൂടിയായിരുന്നു. അങ്ങനെ 80-കൾക്ക് ശേഷം നോക്കിയാൽ ശബരിമല ഓരോ വർഷവും ക്രമാതീതമായ ഭക്തജന സാന്ദ്രത കൊണ്ട്, ഭക്തജന സാന്നിധ്യം കൊണ്ട് വിപുലമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലേക്ക് ശബരിമല അതിനുശേഷം വളർന്നു.
തിരുപ്പതിയെയും കാശിയെയും എല്ലാം പോലെ, മധുരയെയും എല്ലാം പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ ശബരിമലയും മാറി. നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 7 പതിറ്റാണ്ടായി കേരളം മാറി മാറി ഭരിച്ച 2 ഭരണമുന്നണികളും ശബരിമലയെ എപ്പോഴും അവരുടേതായ താല്പര്യങ്ങൾക്ക് ചൂഷണം. പള്ളുരുത്തിയിലെ 15ഓളം ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ച സംഘടന പ്രതിനിധികളും നാമജപ പ്രതിഷേധ യാത്രയിൽ അണിനിരുന്നു. സത്യസായി, അമൃതാനന്ദമായി, വെങ്കടാചലപതി തുടങ്ങിയ വിവിധ ഭജന മണ്ഡലികളും നാരായണീയ സമിതിയും നാമജപയാത്രയിൽ പങ്കെടുത്തു. വൈകിട്ട് 7 മണിയോടെ പള്ളുരുത്തി അഴുകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ച പ്രതിഷേധ യാത്രയ്ക്ക് മേഖലാ സെക്രട്ടറി രാജേഷ് മോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.